പാകിസ്ഥാന്റെ അമിത്ഷായാണ് മൊഹ്സിൻ നഖ്വി. പാകിസ്ഥാനിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. പഞ്ചാബ് സംസ്ഥാനത്തിന്റെ മുൻ കെയർടേക്കർ മുഖ്യമന്ത്രിയായിരുന്നു. ക്രിക്കറ്റിൽ വലിയ താല്പര്യമുണ്ട്. ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് കയ്യടി നേടാൻ ഏറെ ശ്രദ്ധിക്കുന്ന ആളാണ് മൊഹ്സിൻ. അമേരിക്കയിൽ മാധ്യമ പ്രവർത്തനം പഠിച്ച് CNN റിപ്പോർട്ടറായി, പിന്നീട് CNN പാകിസ്ഥാൻ മേധാവിയായി. അക്കാലയളവിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നപ്പോൾ സ്വന്തമായി ഒരു ചാനൽ തുടങ്ങുകയും ഇന്ന് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ചാനൽ ഉടമയായി മാറുകയും ഒക്കെ ചെയ്തതിന്റെ തുടർച്ചയായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് എത്തപ്പെട്ടയാളാണ് മൊഹ്സിൻ നഖ്വി. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മൊഹ്സിൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റുമായി മാറുന്നത്. അതായത് പാകിസ്ഥാനിലെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായി മൊഹ്സിൻ നഖ്വി മാറിയിരിക്കുന്നു. ആ നഖ്വിയിൽ നിന്നും ഏഷ്യ കപ്പ് ട്രോഫി ഏറ്റുവാങ്ങാൻ രാജ്യാഭിമാനിയായ സൂര്യകുമാർ യാദവ് എന്ന ഇന്ത്യൻ ക്യാപ്റ്റന് സാധ്യമല്ല. ഇതിനു മുമ്പ് 2 കളികൾ ഏഷ്യ കപ്പിൽ നടന്നപ്പോഴും കൈകൊടുക്കാൻ വിസമ്മതിച്ച വ്യക്തിയാണ്, മുഖത്ത് നോക്കാൻ വിസമ്മതിച്ച വ്യക്തിയാണ് സൂര്യകുമാർ യാദവ്. അതുകൊണ്ട് തന്നെ പാക് ക്രിക്കറ്റ് ടീമിന് കൈകൊടുക്കാൻ മടിക്കുന്ന സൂര്യകുമാർ യാദവിന് ഇന്ത്യയുടെ അസാധാരണമായ നേട്ടത്തിന്റെ പ്രതിഫലം ട്രോഫി പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും വാങ്ങാൻ മടിയാവും. അതാണ് ഇന്നലെ സംഭവിച്ചത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭീകര രാഷ്ട്രത്തിന്റെ ഭീകര പ്രതിനിധിയിൽ നിന്നും പുരസ്കാരം വേണ്ട. എത്രയോ ആളുകളുണ്ട്. വൈസ് പ്രസിഡന്റ് UA കാരനാണ്. എത്രയോ പ്രമുഖരുണ്ട്. ആരിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ കൈപ്പറ്റാം. ഈ ഭീകര രാഷ്ട്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഞങ്ങൾ കൈപ്പറ്റില്ല. കാരണം ഈ ട്രോഫി പഹൽഗാമിലെ രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ നയിച്ച ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയുള്ളതാണ്. ഓരോ മാച്ചിനും ലഭിച്ച പ്രതിഫലം ഞങ്ങൾ സൈന്യത്തിന് കൈമാറുകയാണ്. അപ്പോൾ ഞങ്ങൾക്കെതിരെ തീരാ കളങ്കമാവും, വേണ്ട എന്ന് തന്റെ അടുത്തോടെ പറയുകയായിരുന്നു ഇന്ത്യൻ ടീം. വാസ്തവത്തിൽ അത് പാകിസ്ഥാനെ കലിപ്പിച്ചു. ഈ നഖ്വി എന്ത് ചെയ്തെന്നറിയാമോ? ഈ ട്രോഫിയുമായി പാകിസ്ഥാന് പോയി. ഇന്ത്യ അധ്വാനിച്ച് നേടിയെടുത്ത ട്രോഫി കൊടുക്കാൻ വിസമ്മതിച്ചുകൊണ്ട്, അതും കക്ഷത്തിൽ വെച്ചുകൊണ്ട് നഖ്വി അല്പത്തം കാണിക്കാൻ പാകിസ്ഥാന് പോയി. ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇന്ത്യ നേടിയ കപ്പ് ഇന്ത്യക്ക് കൊടുക്കാതെ അതും കക്ഷത്തിൽ വെച്ചുകൊണ്ട് തോറ്റ രാജ്യം പോവുക എന്ന് പറഞ്ഞാൽ, അതും ഇന്ത്യയുടെ ശത്രു രാജ്യമേ പാകിസ്ഥാൻ മണ്ണിലേക്ക് ഇന്ത്യയുടെ കപ്പ് കൊണ്ടുപോവുക എന്ന് വെച്ചാൽ അതിലും വലിയ നാണക്കേട് ക്രിക്കറ്റ് ലോകത്തിന് സംഭവിക്കാനില്ല. പക്ഷെ അതാണ് സംഭവിച്ചിരിക്കുന്നത്.